ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എന്തൊക്കെ എനർജികളാണ് ഇത് കണക്റ്റ് ആവുന്നത് നോക്കാം. ഏത് തരം എനർജിയാണ് ഇന്ന് എന്നിലൂടെ ഈ കാർഡിലൂടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. റിലേഷൻഷിപ്പിൻ്റെ ഇമോഷണൽ ഫീലിങ്സിൻ്റെ കാർഡാണ്. 3 ഓഫ് സോഡ്സ്, പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, 5 ഓഫ് സോഡ്സ്. പിന്നെ ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് കപ്സ്, 8 ഓഫ് വൺസ്, the sun, the hierophant, knight of pentacles. എന്നൊരു വിധം എല്ലാം കപ്പുകളുടെ ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഫീലിങ്സ്, ഹൃദയബന്ധങ്ങളുടെ ഒരു കാർഡാണ് നമുക്ക് കണക്റ്റ് ആയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും വിശ്വാസവും ഒക്കെ ഉള്ളൊരു ഹൃദയബന്ധമുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ വിവാഹിതരായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് പണ്ടേ നിങ്ങൾ ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം, ഒരുപാട് വർഷമായിട്ട് ചെറുപ്പം തൊട്ടേ അറിയുന്ന ആളുകളായിരിക്കാം. അങ്ങനെ ഒരു നിങ്ങളുടെ പങ്കാളി അങ്ങനെയുള്ള ഒരാളായിരിക്കും. ഒരുമിച്ച് ചെറുപ്പത്തിൽ കണ്ടുള്ള ഇതായിരിക്കാം. ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകളായിരിക്കും. അവർ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു എനർജിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അടുത്തത് 3 ഓഫ് സോഡ്സ്. നിങ്ങൾക്കൊരു ഹൃദയവേദനയുണ്ട്. അത് ഇപ്പോൾ റിലേഷൻഷിപ്പിനോടനുബന്ധിച്ച് ഇപ്പോൾ എല്ലാം എന്നുള്ള കപ്സുകളാണ്. അപ്പോൾ റിലേഷൻഷിപ്പിനോടനുബന്ധിച്ചാണ്. പക്ഷേ നിങ്ങൾക്കിടയിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഒരു അകൽച്ച വന്നിരിക്കുന്നു. അതിൻ്റെ ഒന്നുകിൽ ജോലി സംബന്ധമായി വിദേശത്ത് പോകേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കാം. എന്തായാലും ആൾ അടുത്തില്ലാത്തതിൻ്റെ ഒരു വേദന, വിഷമം, ഫീലിങ്സ് നിങ്ങൾക്കിപ്പോഴുണ്ട്. ക്ലാരിറ്റി ആയിട്ടിരിക്കുന്ന 8 ഓഫ് വൺസ് തന്നെയാണ് അത് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ അകന്നു പോയതിൻ്റെ വേദനയായിരിക്കും. അതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അധിക സമയമില്ല, ഈ വേദന മാറാൻ അധിക നാളില്ല എന്നുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ മനസ്സുകൊണ്ട് അകന്നു പോയിട്ടില്ല. നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള അകൽച്ച മാത്രമേ ഉള്ളൂ. അതാണ് കാണിക്കുന്നത്. അടുത്തത് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊരു ഹൃദയബന്ധം, നിങ്ങൾക്കൊരു സ്നേഹബന്ധം, ഇഷ്ടം എന്തോ നിങ്ങൾക്ക് ഉണ്ട്, ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഉദയമാണ്. സണ്ണെള്ള കാർഡാണ് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം. നിങ്ങളൊരു പക്ഷേ ആ ഇഷ്ടം ഒരുപാട് കാലമായി കൊണ്ടു നടക്കുന്നു. പക്ഷേ അത് നിങ്ങളിപ്പോഴായിരിക്കാം അതിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് നിങ്ങൾ ഇപ്പോഴായിരിക്കും നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുക. അങ്ങനെ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ ഒരു ഇതായിട്ട് സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ കൂടെ ഒരു കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതിൻ്റെ എന്തായാലും തുടക്കമാണ്. നിങ്ങൾ ഒരു പക്ഷേ ഇഷ്ടം തുറന്നു പറഞ്ഞതായിരിക്കാം. അത് പക്ഷേ ആൾ അക്സെപ്റ്റ് ചെയ്യുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് കിങ് ഓഫ് കപ്സ് ആകുമ്പോൾ കപ്പുകളുടെ ഹൈ എനർജിയാണ് കാണിക്കുന്നത്. ഒരുപാട് സ്നേഹം, ഇഷ്ടം എല്ലാം ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഇയാൾ പ്രകടിപ്പിക്കില്ല. പക്ഷേ നിങ്ങളുടെ ഈ ബന്ധത്തിന് ദൈവികമായ ഒരു ബ്ലെസ്സിങ്സ് കൂടിയുണ്ട്. ഹീറോഫൻ്റാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നല്ല ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ഈ സ്നേഹം, ഇഷ്ടം ഒന്നും നിങ്ങൾ കാണിക്കില്ല. വളരെയധികം ഈഗോ ഉള്ള ആളുകളായിരിക്കാം. ഒന്നുകിൽ നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം. അങ്ങനെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എന്ത് സ്നേഹം, എത്ര സ്നേഹം നമ്മുടെ ഉണ്ടെങ്കിലും അത് പ്രകടമായി തന്നെ കിട്ടണം. എല്ലാവരും ആഗ്രഹിക്കുക അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരുപാട് സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് നമ്മൾ പ്രകടിപ്പിക്കണം. അത് അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ഇതായിട്ട് സ്നേഹം കാണിക്കാതെ ഇരിക്കുന്ന ആളുകളും അവർ തിരിച്ചാഗ്രഹിക്കുന്നതും
എന്നെ സ്നേഹിക്കണം, എനിക്ക് സ്നേഹം കാണണം, അറിയണം എന്നൊക്കെ തന്നെ അവരും ആഗ്രഹിക്കുക. പക്ഷെ അവർ കൊടുക്കാൻ തയ്യാറാവില്ല. പക്ഷെ അതാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ആ ബന്ധങ്ങൾ അർത്ഥപൂർണ്ണമാകുള്ളൂ. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ആളുകളുടെ ഒരു മുന്നറിയിപ്പാണ് ഇവർക്ക് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ഉള്ള സ്നേഹം ആ പങ്കാളിക്ക് തിരിച്ചറിയാൻ പാകത്തിൽ നിങ്ങൾ അത് അവരൊക്കെ മനസ്സിലാക്കിക്കുക, അത് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും ചിന്തകളിലൂടെയും എല്ലാം. അങ്ങനെ ഒരു ഇതാണ് കേട്ടിരിക്കുന്നത്. അടുത്തത് 5 ഓഫ് സോഴ്സാണ്. ഇത് ഒരു ചതി, വഞ്ചന ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ധനപരമായി നിങ്ങൾക്ക് ഇതിന് ക്ലാരിറ്റി ആയിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ധനപരമായി നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ഒരുപാട് വിശ്വസിച്ച ആളുകളായിരിക്കാം നിങ്ങളിൽ നിന്ന് ധനം ഇതാക്കുന്നത്. നിങ്ങളറിയാതെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യത. അത് ആരോ നിങ്ങളെ അത്രയും സ്നേഹിച്ച ആളുകളായിരിക്കാം, നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിർത്തിയവരായിരിക്കാം. അങ്ങനെ ഒരു ചതി മണക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ധനപരമായി കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് ധനം കയ്യിലുള്ളവർ എന്തായാലും ഒന്ന് സൂക്ഷിക്കുക. അവർ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. ആരോ നിങ്ങളുടെ ധനം അടിച്ചു മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു എന്താണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. ഇന്ന് എന്താണ് കിട്ടി. സോറി. അഡിക്ഷൻ എന്ന കാർഡെന്ന് കിട്ടിയിരിക്കുന്നത് ചലഞ്ചസ് വിത്ത് അൺഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് അഡിക്ഷനായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് അഡിക്ഷൻ അതായിരിക്കാം. പക്ഷേ അത് നിങ്ങളൊരിക്കലും ഒരു ബന്ധത്തിലും അഡിക്റ്റ് ആവാതെ നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് അവരിൽ നിങ്ങൾ കൂടുതൽ അഡിക്ഷൻ കാണിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാവാം. അപ്പോൾ അത് ഒരു പക്ഷേ ചതിയും വഞ്ചനയും ഇതിലൂടെ നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഏത് ബന്ധങ്ങളിലായാലും നിങ്ങൾ അത് ഒരുപാട് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുക. ഒരുപാട് സ്നേഹം കൊടുത്ത് അവിടെ വേദന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഇന്നത്തേത്. എൻ്റെ ചാനൽ ഇഷ്ടമായവർ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.